നമ്മുടെ മുടി നല്ല രീതിക്ക് തന്നെ വളരാനും അതുപോലെ തന്നെ ഫ്രിസിനെസ് ഒക്കെ കുറച്ചിട്ട് നല്ല ലെങ്തി ആയിട്ടും നല്ല സ്മൂത്ത് ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് സ്പാ ആട്ടോ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഫ്ലാക്സ് സീഡും അതുപോലെ തന്നെ അരിപ്പൊടിയാണ് കേട്ടോ. ഞാനിവിടെ എടുത്തേക്കുന്നത് 1:2 എന്നുള്ള റേഷ്യോയിലാണേ. അതോടൊപ്പം തന്നെ 1 കപ്പ് വെള്ളവും എടുത്തിട്ടുണ്ടായിരുന്നു. ആ 1 കപ്പ് വെള്ളത്തിലോട്ട് നമ്മുടെ ഫ്ലാക്സ് സീഡ് ഇട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ അത് തിളച്ച് വരുമ്പോൾ അതൊരു ജെൽ കൺസിസ്റ്റൻസി ആകുമ്പോഴാണ് നമ്മുടെ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണേ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഫ്ലാക്സ് സീഡ് കുറച്ചൊന്ന് അരിച്ച് മാറ്റാം. പക്ഷെ ഞാൻ ഈ ഒരു തിക്നെസ്സോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ തലയിൽ അപ്ലൈ ചെയ്യുന്നത്. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണയും കൂടി ഒഴിക്കാം കേട്ടോ. തലയിൽ എപ്പോഴും ഉപയോഗിക്കുന്ന എണ്ണ നിങ്ങൾക്ക് ഉപയോഗിക്കാം. കോക്കനട്ട് ഓയിലോ ആൽമണ്ട് ഓയിലോ അതുപോലെ തന്നെ കാസ്റ്റർ ഓയിലോ ഇതോടൊപ്പം തന്നെ യൂസ് ചെയ്യാം കേട്ടോ. അതൊക്കെ ഓപ്ഷണലാണേ. വളരെ സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഒപ്പം നാച്ചുറൽ ആയിട്ടുള്ള ഹെൽത്തി ഹെയർ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ആകുന്ന ഒരു ഹെയർ സ്പാ ആണ് കേട്ടോ ഇത്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ സ്കാൽപ്പിലും അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ലെങ്ത്തിലോട്ടും നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒപ്പം ചെറിയൊരു രീതിക്ക് മസാജും കൂടി ചെയ്ത് കൊടുക്കണം കേട്ടോ. എപ്പോഴാണോ നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുന്നത് ആ ഡേയിലും ഈ ഒരു സ്പാ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ ഉപയോഗിച്ചേക്കുന്ന അരിപ്പൊടി വൈറ്റ് റൈസിൻ്റെ പൊടിയാണ് കേട്ടോ. നിങ്ങൾക്ക് അരിയായിട്ടുണ്ടെങ്കിൽ ആ അരിയാണെങ്കിലും ഫ്ലാക്സ് സീഡിൻ്റെ കൂടെ തന്നെ ഇതിൽ ഇട്ട് കൊടുക്കാവുന്നതാണേ. പിന്നെ നമ്മളുണ്ടാക്കിയ ഈ ഹോം മെയ്ഡ് മിക്സിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം 2-3 ഡേയ്സിൽ നിങ്ങൾക്ക് റെഫ്രിജറേറ്ററിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്ന ഷാമ്പൂ നിങ്ങളുടെ ഹെയറിൻ്റെ കണ്ടീഷൻസ് വെച്ചിട്ട് ചേഞ്ച് ആവാട്ടോ. ഫ്രിസിനെസ് ഉള്ളവരും അതുപോലെ തന്നെ ഡ്രാൻഡ്രഫ് ഉള്ളവരൊക്കെ അതിനനുസരിച്ചിട്ടുള്ള ഷാമ്പൂ യൂസ് ചെയ്യുക. പ്ലസ് അതിൻ്റെ കൂടെ തന്നെ കണ്ടീഷണറും കൂടി അപ്ലൈ ചെയ്യുക കേട്ടോ. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം മാക്സിമം ഒരു 20-30 മിനിറ്റ്സ് വരെ നമ്മൾ ഇങ്ങനെ തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഷാമ്പൂ വെച്ചിട്ട് വാഷ് ചെയ്ത് കളയേണ്ടത്. ഷാമ്പൂ നമ്മുടെ സ്കാൽപ്പിനെ നല്ല രീതിക്ക് തന്നെ ക്ലെൻസ് ചെയ്യാനും അതുപോലെ തന്നെ കണ്ടീഷണർ നല്ല രീതിക്ക് ഹെയർ സോഫ്റ്റ് ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടീഷണറും ഷാമ്പൂവും ഓപ്ഷണൽ യൂസാണ് ബേസ്ഡ് ഓൺ യുവർ ഹെയർ ടൈപ്പ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളൊരു സാധനം യൂസ് ചെയ്തെങ്കിലാണ് കേട്ടോ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ മന്ത്ലി ഒരു 2-3 ടൈംസ് എങ്കിലും ഇത് യൂസ് ചെയ്യാൻ നോക്കാം കേട്ടോ.